ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ഞപ്പുല്ലിൻ്റെ കുറുക്കാണ്. അപ്പോൾ പഞ്ഞപ്പുല്ല് നമ്മൾ ആദ്യം പൊടിക്കുകയാണ്. പഞ്ഞപ്പുല്ല് നമ്മൾ മേടിച്ച് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന പൊടിയാണ്. ഇതാണ്. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇതിലോട്ട് നമ്മൾ അരിപ്പയിൽ അരിക്കുകയാണ്. ഇത് അരിച്ചെടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ഇത് ഞങ്ങൾ പുട്ടുണ്ടാക്കും, അതുപോലെ ഇത് ദോശ ഉണ്ടാക്കും. ഇന്നിപ്പം കൊച്ചു കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ഞപ്പുല്ലെടുത്തിരിക്കുന്നത്. തരി കാണും, അപ്പോൾ ആ തരി നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇത്ര തരി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കുറുക്കാനായിട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പിസ്തയും ഇതും കൂടി ചേർക്കുന്നുണ്ട്. ബദാമും കശുവണ്ടിയും ചേർക്കുമായിരുന്നു. അപ്പോൾ കശുവണ്ടി ഇപ്പോൾ ചേർക്കുന്നില്ല. ഇത് രണ്ടും കൂടെ ഇട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകണം. ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ പൊടി അങ്ങ് ചേർക്കുകയാണ്. പൊടി ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് കുറുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ഒരു 4 സ്പൂണ് പഞ്ചസാര ഇടുക. പഞ്ചസാര നമുക്ക് മധുരം അനുസരിച്ച് ഇടുക. ഇപ്പം 4 സ്പൂണ് പഞ്ചസാര ഇട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമൊക്കെ ഇടാം. അപ്പം നല്ല ടേസ്റ്റായിരിക്കും. പിള്ളേർക്ക് കൊടുക്കാനും നല്ല ഹെൽത്തി ഫുഡാണ്. വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് പാല് ചേർക്കുക. പാല് ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. അരക്കപ്പ് പാല് ചേർക്കുക. ആവശ്യം അനുസരിച്ച് പാല് ചേർക്കുക. ഇപ്പം ഇതിന് ഇത്ര മതി. 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമ്മളിട്ട് കുറുക്കുകയാണ്. കട്ട കെട്ടാതെ കുറുക്കിയെടുക്കുക. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല പിള്ളേർക്ക് ഹെൽത്തി ഫുഡാണ്. ഇതിന് നമ്മൾ കട്ട കെട്ടാതെ കുറുക്കിയെടുക്കുക. ഇതാണ് പരുവം. നമ്മൾ ഇതിൻ്റെ അകത്ത് കൽക്കണ്ടവും ചേർക്കും, ശർക്കരയും ചേർക്കും. എന്ത് വേണേലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൽക്കണ്ടം നല്ലതാണ്. പനക്കൽക്കണ്ടവും മേടിച്ചിട്ട് കുറുക്കി കൊടുക്കുക. ഇതാണ് പരുവം. ഇച്ചിരി കൂടെ കുറുകി വരുമ്പോൾ ഇച്ചിരി കൂടെ കുറുകണം. ഇപ്പോൾ കട്ടയൊക്കെ പോയിട്ടുണ്ട്. കുറുകി ഒന്ന് വരട്ടെ. കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പരുവം. ഈ പരുവത്തിനെടുക്കണം. കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഹെൽത്തി ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. ടേസ്റ്റോടു കൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം.